ശ്രീ പിണറായി വിജയനെ കൊണ്ട് ഏതെങ്കിലും വിധത്തിലൊരു നീക്കവും ഉണ്ടാക്കിയെടുപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തോട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയിപ്പോൾ ഇനി അന്വേഷണം നടത്തണ്ട എന്ന് അവസാനം കോടതികൾക്ക് പറയേണ്ട ഗതികേട് വരും ഇവിടെ. കാര്യം ആ രീതിയിൽ ആ കാര്യങ്ങൾ പോകുന്നത്. ഇതിനകത്ത് അഴിമതി നടന്നെന്നുള്ളത് സത്യമാണ്, പകൽ പോലെ വെളിച്ചമാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമായിട്ടിരിക്കുകയാണ്. അതായത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ സൂര്യൻ നാളെ ഉദിക്കും കേട്ടോ, അത് സൂര്യൻ അസ്തമിക്കും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ശ്രീമതി വീണ വിജയൻ, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയന്റെ മകള്, അവർക്ക് നേരെ ഇപ്പൊ മുമ്പ് വന്ന് ഒരുപാട് അന്വേഷണമൊക്കെ നടത്തി എല്ലാം പോയതാണ്. അതിന്റെ പിന്നെ പോയിട്ട് അവിടെ പുല്ല് ഉരുത്തിട്ടില്ല, എങ്ങനെ നിന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഇപ്പോ വീണ്ടും അത് തട്ടിക്കുടഞ്ഞെടുക്കുകയാണ്. അതേ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോ പറയുന്നത്, അല്ലാതെ വ്യത്യാസമൊന്നും അതിനകത്തില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം ഉള്ളത്. പിന്നെ അതിനകത്ത് ഒരുപാട് പോരായ്മകളും അതും ഇതൊക്കെ ഉണ്ട്, കാര്യം ശരിയാണ്. പക്ഷെ അത് നേരത്തെ അന്വേഷിക്കാമായിരുന്നല്ലോ. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ അല്ലെങ്കിൽ മറ്റധികാരികൾക്കോ സെൻട്രൽ ഏജൻസിക്കോ ഒക്കെ അന്വേഷിക്കാൻ ഒരു ബന്ധപ്പാടുമില്ലാത്ത കാര്യമായിരുന്നു. കാരണം അതിന്ന് കിക്ക് ബാക്ക്, ആ കമ്പനിയിൽ നിന്ന് CMRL നിന്ന് കിക്ക് ബാക്ക് വാങ്ങി എന്നുള്ളത് ഏതാണ്ട് വളരെ എവിഡന്റ് ആണ്. അത് CMRL സമ്മതിക്കുന്നു, ശ്രീമതി വീണ വിജയന്റെ എക്സൈലോജിക്ക് അവരും സമ്മതിക്കുന്നു ഇതുപോലെ പണം വാങ്ങി. അവർ പറയുന്നത് അവർ സർവീസസ് റെന്റഡ്, കൊടുത്ത സർവീസിന് പണം വാങ്ങി എന്നുള്ളതാണ്. അവസാനം സർവീസ് എന്തൊക്കെയാന്നൊക്കെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഏതോ ഒരു സിനിമയിൽ മനോജ് കെ ജയൻ പറയുന്നുണ്ട്, അതായത് അത് ഫിലിം ഏതാന്ന് ഞാൻ മറന്നുപോയി, ഞാൻ ഒത്തിരി ചിരിച്ചു പോയതാ കണ്ടിട്ട്. നിനക്ക് കമ്പ്യൂട്ടർ അറിയാമോ? അറിയാം. എന്തൊക്കെ ചെയ്യാൻ അറിയാം? നിനക്ക് CD റൈറ്റ് ചെയ്യാൻ അറിയാമോ? ഉടനെ പറഞ്ഞു അറിയാം. എന്നാ മതി, എല്ലാം ആയി. എനിക്ക് DVD റൈറ്റ് ചെയ്യാൻ അറിയാം. അയ്യോ, അത് അറിയാമോ? അപ്പൊ അതെല്ലാം ആയി എന്ന് പറഞ്ഞതുപോലുള്ള പണികളാണ് ചെയ്തു കൊടുത്തത്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തെന്നുള്ളതാണ് ഏറ്റവും വലിയ സർവീസ്. അത് ഇവിടുത്തെ ഏത് പൊട്ടനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് എക്സൽ വരും, വേർഡ് വരും, ഇതൊക്കെ ഉണ്ട്. ഈ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് ഇത് കൊടുത്തതാണ് ഏറ്റവും വലിയ സേവനമായിട്ട് കണക്കാക്കി അതിന് പണം വാങ്ങിക്കൊണ്ടിരുന്നത്. ഈ പണം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എന്തിനത് ഈ മാർക്സിസ്റ്റ് പാർട്ടി കയറി ഇടപെടുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവർ പറയുന്നു 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അത് എന്തിന് ശ്രീമതി വീണ വിജയന്റെ കമ്പനിയെയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ലല്ലോ. അതൊരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ, വൺ പേഴ്സൺ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അത് ശ്രീമതി വീണ വിജയൻ നോക്കിക്കോളൂ അതിന്റെ കാര്യം. അത് മാർക്സിസ്റ്റ് പാർട്ടി എന്തിനു വേണ്ടി അതിനകത്ത് തലയിടുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. മുഖ്യമന്ത്രിക്കെതിരെ വരുമ്പോൾ പാർട്ടി അംഗം അഥവാ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക്, പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടി ഇറങ്ങിയാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ശരിയായിട്ട് നമുക്ക് പറയാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യം അവർ പറയുന്നു ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കേണ്ട കാര്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കറിയില്ല. അതായത് ഈ ശ്രീ പിണറായി വിജയനെ മാർക്സിസ്റ്റ് പാർട്ടി ന്യായീകരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മൊത്തമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ദത്തെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. ഏതായാലും ഇപ്പോ ഈ അന്വേഷണം ഇങ്ങനെ പൊന്തി വന്നേക്കുന്നത്, പുതിയ റിപ്പോർട്ട് വന്നേക്കുന്നത്, അത് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള എൻക്വയറിയിലാണ് വന്നേക്കുന്നത്. അനുസരിച്ച് CMRL കുറേയധികം ക്രമക്കേടുകളുണ്ട് അതിനകത്ത്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് നേരത്തെ കണ്ടുപിടിച്ചത് ആ കാര്യം തന്നെയാണ്. അത് പഴയ വീഞ്ഞ് ഒരു പുതിയ കുപ്പിയിലാക്കി എന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതായത് CMRL-നകത്ത് KSIDC, അതായത് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനം, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സ്ഥാപനം, അതിനകത്ത് ഷെയർ ഉണ്ട്. അങ്ങനെ ഷെയർ ഉണ്ടായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, അതായത് ഈ മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ കോൺട്രാക്ട് ബോർഡിനെ അറിയിക്കാൻ ബാധ്യസ്ഥയാണ് ഈ കമ്പനിയുടെ 1% കമ്പനി എന്നുള്ള ഉടമയെന്നുള്ള നിലയ്ക്ക് ശ്രീമതി വീണ വിജയൻ. അത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മാത്രമല്ല, ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അതിനകത്ത് ഉള്ള അവരുടെ ആ ഡിസിഷനകത്തുള്ള ഏറ്റവും വലിയ ആക്ഷേപം പാർട്ടി പറഞ്ഞത്,
ശ്രീമതി വീണ വിജയനെ കേൾക്കാതെ പാസ്സാക്കിയ ഓർഡർ എന്നാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസരം കൊടുത്തപ്പോഴും അവര് ഡോക്യുമെന്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത്. അവസരം കൊടുത്തു കഴിഞ്ഞപ്പോഴും അവര് ഡോക്യുമെന്റ്സ് ഒന്നും ഹാജരാക്കിയില്ല. ആ രീതിയിൽ ഏതായാലും അതിനകത്ത് കിക്ക് ബാക്ക് വാങ്ങി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്, എല്ലാം കണ്ടു. അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ശ്രീമതി വീണ വിജയന്റെ ഈ കമ്പനി ഞാൻ പറഞ്ഞ ഇതുപോലുള്ള സേവനം കൊടുത്തതിന് ഈ പണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് വളരെ നമുക്ക് എല്ലാവർക്കും അത് സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ആ രീതിയിൽ ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം എന്നല്ല, സാമ്പത്തിക ഇടപാട് മറ്റേ ഈ എക്സാലോജിക്കുമായിട്ട് CMRL നടത്തിയെന്നുള്ളത് വ്യക്തമാണ്. അത് സംശയമൊന്നുമില്ലാത്ത കാര്യം. അല്ലെങ്കിൽ എത്രയോ പേരുടെ കമ്പനികളുണ്ട്, അവർക്കൊന്നും CMRL കൊണ്ടുവന്ന് കാശ് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് എന്നുള്ളത് നേരത്തെയുള്ള ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അതിനകത്തെ ആ ഓർഡറിലും ഉണ്ട്, അതിപ്പോൾ പറഞ്ഞേക്കുന്നതിനകത്തും ഉണ്ട്. ഏതാണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് അന്വേഷണം നടക്കേണ്ടതും നീതി ഉറപ്പാക്കേണ്ടതും യഥാർത്ഥത്തിൽ ബാധ്യത തന്നെയാണ് ഈ അതോറിറ്റീസിന്റെ. പക്ഷേ നേരത്തെ ED വന്നിട്ട് പൊടിയും തട്ടി അങ്ങ് പോയതല്ലാതെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള നീക്കുപോക്കുകൾ എന്നുള്ളത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഈ കരുവന്നൂർ ബാങ്കിലെ അന്വേഷണം അങ്ങ് ED അങ്ങ് അന്വേഷണം അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തോ ഈ അന്വേഷണം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കേരള ഹൈക്കോടതി ഇപ്പോൾ അത് നിർബന്ധമായിട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം തീർക്കണം, ഇതെന്തിന് ഇത്രയും അന്വേഷണം ഇട്ട് നീട്ടുന്നു എന്നുള്ളത് ചോദിക്കാൻ ഇടയായതാണ്. ആ ചോദിക്കാൻ ഇടയാക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ED ഇനി അന്വേഷണം നടത്തണ്ട എന്ന് അവസാനം കോടതികൾക്ക് പറയേണ്ട ഗതികേട് വരും ഇവിടെ. കാര്യം ആ രീതിയിൽ ആ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പോൾ ED ഒന്ന് അനങ്ങണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ആവണം. ഇലക്ഷന്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ പൊടിയും തട്ടി റെഡിയായി ഇങ്ങോട്ട് വരികയാണ്, തട്ടിക്കുടഞ്ഞ് റെഡിയാക്കി വന്ന് പുതിയ അന്വേഷണം ഏതാണ്ട് നടത്തുന്ന മാതിരിയാണ്. ഒരു പ്രഹസനമല്ലേ ഇതെല്ലാം നീക്കുപോക്കുകളാണ് ഇവർ തമ്മിലുള്ള. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഈ CMRL ഈ ഇടപാടില് നേരത്തെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അത് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ED വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ. ഇപ്പൊ ഈ EDയുടെ ഒന്നും ഈ നടപടികൾക്കൊന്നും യഥാർത്ഥത്തിൽ അത് നിയമസാധുത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, അത് വിശ്വാസ്യതയില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഈ പ്രഹസനത്തിലൊക്കെ ഉള്ള വിശ്വാസം ഒപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ രീതിയിലുള്ള ഒരു കാര്യം, അത് ഇലക്ഷൻ എങ്ങോട്ട് അടുത്ത് വരുന്നു, ആ ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് അഴിമതി നടന്നെന്നുള്ളത് സത്യമാണ്, പകൽ പോലെ വെളിച്ചമാണ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമായിട്ടിരിക്കുകയാണ്. അതായത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ സൂര്യൻ നാളെ ഉദിക്കും കേട്ടോ, അത് സൂര്യനെ അസ്തമിക്കും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ED കൊണ്ട് യാതൊരു പ്രയോജനം ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊരു പ്രഹസനമാണ്, രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിനുള്ള ഒരു സമയം, നീക്കുപോക്കുകൾക്ക് വേണ്ടിയുള്ള ഇടപാടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അതായത് ഏതെങ്കിലും വിധത്തിൽ ഇത് കൊണ്ട് കെട്ടി അത് ശ്രീ പിണറായി വിജയനെ കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു നീക്കവും ഉണ്ടാക്കിയെടുപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തോട്ട് യാതൊരു കാര്യവുമില്ല.